1954 ജൂലൈ മാസം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജപ്പാൻ പതുക്കെ ഉണർന്നു വരുന്ന സമയം. ടോക്കിയോയിലെ ഹനീഡ എയർപോർട്ടിൽ തിരക്കുള്ള ഒരു ഉച്ച സമയം. യൂറോപ്പിൽ നിന്നും വന്നൊരു വിമാനം ലാൻഡ് ചെയ്യുന്നു. യാത്രക്കാരെല്ലാം കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി വരി നിൽക്കുന്നു. കൂട്ടത്തിൽ കോട്ടും സ്യൂട്ടും ധരിച്ച് കണ്ടാൽ ഒരു യൂറോപ്യൻ ബിസിനസ്സുകാരനെ പോലെ തോന്നിക്കുന്ന ഒരാൾ. അയാൾ കസ്റ്റംസ് കൗണ്ടറിലെത്തി തന്റെ പാസ്പോർട്ട് ഉദ്യോഗസ്ഥന് നേരെ നീട്ടി. അതുവരെ എല്ലാം സാധാരണമായിരുന്നു. എന്നാൽ പാസ്പോർട്ട് തുറന്നു നോക്കിയ ഉദ്യോഗസ്ഥൻ ഞെട്ടി. അത് തികച്ചും ഒറിജിനലായ ഒരു പാസ്പോർട്ടായിരുന്നു. പക്ഷേ അതിലെ കൺട്രി എന്ന കോളത്തിൽ എഴുതിയിരിക്കുന്നത് ടോറഡ് എന്നായിരുന്നു. ഉദ്യോഗസ്ഥൻ ചോദിച്ചു, സാർ, ഈ രാജ്യം എവിടെയാണ്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്പെയിനും ഫ്രാൻസിനും ഇടയിലുള്ള ഒരു ചെറിയ രാജ്യമാണിത്. എന്റെ രാജ്യത്തിന് 1000-ലധികം വർഷത്തെ ചരിത്രമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോക ഭൂപടത്തിൽ ടോറഡ് എന്നൊരു രാജ്യമില്ല. ആ പേരിൽ മറ്റൊരു സ്ഥലവും ഭൂമിയിലില്ല. പക്ഷെ അയാൾ നിൽക്കുന്നത് നമ്മുടെ മുന്നിലാണ്. അയാളുടെ കയ്യിലുള്ളത് ടോറഡിലെ കറൻസിയാണ്. അയാളുടെ പാസ്പോർട്ടിൽ മറ്റ് പല രാജ്യങ്ങളുടെ സീലുകളുമുണ്ട്. ആരാണ് അയാൾ? ഭൂപടത്തിലില്ലാത്ത രാജ്യത്ത് നിന്ന് ഒരാൾക്ക് എങ്ങനെ വരാൻ കഴിയും? അയാൾ കള്ളം പറയുന്നതാണോ? അതോ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് സമാന്തരമായി കൂട്ടിമുട്ടിയ മറ്റൊരു പ്രപഞ്ചത്തിൽ നിന്ന് വന്ന സഞ്ചാരിയാണോ? കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം അതല്ല. ചോദ്യം ചെയ്യലിനായി അയാളെ ഒരു ഹോട്ടൽ മുറിയിൽ പോലീസുകാർ പൂട്ടിയിട്ടു. പുറത്ത് കാവൽക്കാരെ നിർത്തി. പിറ്റേന്ന് രാവിലെ വാതിൽ തുറന്നപ്പോൾ അയാൾ അപ്രത്യക്ഷനായി, വായുവിൽ അലിഞ്ഞു ചേർന്നതുപോലെ. പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. കാരണം വാതിലുകളും ജനലുകളും പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. എന്നിട്ടും അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും അൺസോൾവ്ഡ് മിസ്റ്ററിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കിനി ആ ദിവസത്തിലേക്ക് തിരിച്ചു പോകാം. 1954 ഹനീഡ എയർപോർട്ട് ഹൈടെക് ഒന്നും ആയിരുന്നില്ല. എല്ലാം പേപ്പർ വർക്കുകളായിരുന്നു. ആ മനുഷ്യൻ കാണാൻ വളരെ മാന്യനായിരുന്നു. ഫ്രഞ്ചാണ് അദ്ദേഹത്തിന്റെ മാതൃഭാഷയെങ്കിലും ജാപ്പനീസ് ഉൾപ്പെടെ പല ഭാഷകളും അദ്ദേഹം സംസാരിച്ചിരുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആദ്യം വിചാരിച്ചത് ഇതൊരു തമാശയാണെന്നാണ്. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടർക്കിയാണോ അതോ ടുണീഷ്യാണോ? പക്ഷെ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഇത് ടോറഡ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പലവട്ടം ജപ്പാനിൽ വന്നിട്ടുണ്ട്. അവർ പാസ്പോർട്ട് പരിശോധിച്ചു. ശരിയാണ്, ടോക്കിയോയിലെ എയർപോർട്ടിലെ സീലുകൾ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിലുണ്ട്. അതും ടോറഡ് എന്ന രാജ്യത്തിന്റെ പാസ്പോർട്ടിൽ. അവിടുത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അന്ന് എങ്ങനെയാണ് ഇദ്ദേഹത്തെ കടത്തിവിട്ടത്? ഉദ്യോഗസ്ഥർക്ക് ആകെ കൺഫ്യൂഷനായി. അവർ അദ്ദേഹത്തെ ഒരു പ്രത്യേക മുറിയിലേക്ക് മാറ്റി. എന്നിട്ട് അവർ അദ്ദേഹത്തിന്റെ ബാഗ് പരിശോധിച്ചു. അപ്പോൾ അവർക്ക് വിചിത്രമായ പല കാര്യങ്ങളും അതിൽ കാണാൻ കഴിഞ്ഞു. കറൻസി, പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും കറൻസി അദ്ദേഹത്തിന്റെ ബാഗിലുണ്ടായിരുന്നു. ടോറഡിന്റേതെന്ന് അവകാശപ്പെടുന്ന അപരിചിതമായ നോട്ടുകളും. രണ്ടാമത്തത് ഡ്രൈവിംഗ് ലൈസൻസ്. ടോറഡിൽ ഇഷ്യൂ ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് അദ്ദേഹത്തിന്റെ ബാഗിലുണ്ടായിരുന്നു. മൂന്നാമത്തത് ചെക്ക് ബുക്ക്, അയാളുടെ അക്കൗണ്ടുള്ള ബാങ്കിലെ ചെക്ക് ബുക്ക്. പക്ഷെ ആ ബാങ്ക് ലോകത്തുനിന്ന് നിലവിലില്ല. ഇതൊരു സാധാരണ തട്ടിപ്പുകാരനല്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഇത്രയധികം പെർഫെക്റ്റായി വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല. മാത്രമല്ല അയാൾക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. സ്വന്തം രാജ്യം ആരും അംഗീകരിക്കുന്നില്ല എന്ന് കാണുമ്പോഴുള്ള നിസ്സഹായത അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അവസാനം ഉദ്യോഗസ്ഥർ വലിയൊരു വേൾഡ് മാപ്പ് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൽ തൊട്ട് കാണിച്ചതിലോ നിങ്ങളുടെ ടോറഡ് എവിടെയാണെന്നുള്ളത്. ആ മനുഷ്യൻ ഒട്ടും സംശയിക്കാതെ യൂറോപ്പിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള ചെറിയൊരു അതിർത്തി പ്രദേശം. ഇതാണ് ടോറഡ്. ഇവിടം മുതൽ ഇവിടം വരെ, അദ്ദേഹം പറഞ്ഞു. പക്ഷെ അയാൾ കൈവച്ച സ്ഥലത്ത് നമ്മുടെ ഭൂപടത്തിൽ ഉണ്ടായിരുന്നത് അൻഡോറ എന്ന ചെറിയ രാജ്യമാണ്. ഇത് കണ്ടതും അയാൾ ഞെട്ടിപ്പോയി. അയാൾ മാപ്പിലേക്ക് തുറച്ചു നോക്കി. എന്താണ് അൻഡോറ? ടോറഡ് ആണ് ഇവിടെ വേണ്ടത്. കഴിഞ്ഞ 1000-കണക്കിന് വർഷങ്ങളായി ടോറഡ് ഇവിടെയുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ വരെയുണ്ട്. ആരാണ് ഈ മാപ്പ് മാറ്റി വരച്ചത്? ഇവിടെയാണ് സംഗതി സീരിയസ് ആകുന്നത്. ഇതിന് 2 സാധ്യതകളാണുള്ളത്. 1, അയാൾക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് അയാൾ കള്ളം പറയുകയാണ്. 2, അയാൾ പറയുന്നത് സത്യമാണ്, നമ്മുടെ ഭൂപടം തെറ്റാണ്. അല്ലെങ്കിൽ അയാൾ വന്ന ലോകത്തെ മാപ്പ് ഇങ്ങനെയായിരിക്കില്ല. അൻഡോറ എന്ന രാജ്യം യഥാർത്ഥത്തിലുണ്ട്. സ്പെയിനും ഫ്രാൻസിനും ഇടയിലുള്ള ഒരു കൊച്ചു രാജ്യം. പക്ഷെ അദ്ദേഹം പറയുന്നത് ടോറഡ് ആണ് ഇവിടെ വേണ്ടത് എന്നാണ്. അൻഡോറ എന്ന വാക്ക് കേട്ടുകേൾവി പോലും അദ്ദേഹത്തിനില്ല. അയാളുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കിയപ്പോൾ അയാൾ ടോക്കിയോയിൽ വന്നിരിക്കുന്നത് ടോക്കിയോയിലെ വലിയൊരു കമ്പനിയുമായുള്ള ഒരു മീറ്റിങ്ങിനാണ്. അയാൾ ആ കമ്പനിയുടെ പേര് പറഞ്ഞു. പോലീസുകാർ ആ കമ്പനിയിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടിയ മറുപടി ഇതായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ല. ടോറഡ് എന്ന രാജ്യവുമായി ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുമില്ല. എന്നിട്ടവർ അയാൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് വിളിച്ചു ചോദിച്ചു. അയാളുടെ പേരിൽ ഒരു ബുക്കിംഗ് അവിടെയില്ല. അയാൾ കാണിച്ച ചെക്ക് ബുക്കിലെ ബാങ്കിലേക്ക് വിളിച്ചു ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു ബാങ്ക് തന്നെ നിലവിലില്ല. എല്ലാം ഒരു മായ പോലെ. അയാൾ പറയുന്നത് കേട്ടാൽ എല്ലാം സത്യമാണെന്ന് തോന്നും. പക്ഷേ തെളിവുകൾ അന്വേഷിച്ചാൽ ഒന്നുമില്ല, ശൂന്യം. രാത്രിയായതോടെ ഉദ്യോഗസ്ഥർ കുഴങ്ങി. ഇയാളെ ജയിലിലിടാൻ പറ്റില്ല, കാരണം ഇയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല.
എന്നാൽ പുറത്തുവിടാനും പറ്റില്ല, കാരണം മതിയായ രേഖകളില്ല. അതുകൊണ്ട് അയാളെ എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് മാറ്റി ഒരു മുറി നൽകി. ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി മുറിക്ക് പുറത്ത് 2 പോലീസുകാരെ കാവൽ നിർത്തി. ആ മുറിക്ക് ഒരേ ഒരു വാതിലേ ഉള്ളൂ. അത് ഗാർഡുകളുടെ കൺമുന്നിലാണ്. ആ മുറിയിൽ ഒരു ജനലുണ്ട്. പക്ഷേ മുറി ഏറ്റവും ഉയർന്ന നിലയിലായതുകൊണ്ട് തന്നെ ആ ജനലിന് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ടും അവിടെ നിന്ന് ചാടിയാൽ മരിക്കുകയല്ലാണ്ട് വേറെ വഴിയില്ല. അയാൾ മുറിയിലേക്ക് കയറി, അത്താഴം കഴിച്ചു, കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അവിടെ വന്നു. ഗാർഡുകൾ വാതിൽ തുറന്നു. ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറി. പക്ഷേ മുറി ശൂന്യമായിരുന്നു. ആരും അകത്തുണ്ടായിരുന്നില്ല. ബാത്റൂം, കട്ടിലിനടി, അലമാര എല്ലാം അവർ പരിശോധിച്ചു. അഥവാ ജനൽ വഴി ചാടിയെങ്കിൽ താഴെ റോട്ടിൽ അദ്ദേഹത്തിന് മൃതദേഹം കാണേണ്ടതല്ലേ? അതുമില്ല. ഇതിലും ദുരൂഹത എന്തെന്നാൽ എയർപോർട്ടിലെ ലോക്കറിൽ വെച്ച അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും ടോറന്റിലെ കറൻസിയും അതെല്ലാം ഇദ്ദേഹത്തിന്റെ കൂടെ അപ്രത്യക്ഷമായി. ലോക്കർ പൊളിച്ചിട്ടില്ല. താക്കോലുകൾ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണുള്ളത്. എന്നിട്ടും ആ തെളിവുകൾ മാഞ്ഞുപോയി. ഇതോടെയാണ് ദ മാൻ ഫ്രം ടോറന്റ് ഒരു ഇതിഹാസമായി മാറുന്നത്. വന്നതുപോലെ തന്നെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അദ്ദേഹം മടങ്ങിപ്പോയി. എങ്ങനെയാണ് ഇത് വിശദീകരിക്കുക? ശാസ്ത്രത്തിന് ഇതിനൊരു ഉത്തരം നൽകാൻ പറ്റുമോ? ഇവിടെയാണ് മൾട്ടിവേഴ്സ് അഥവാ സമാന്തര പ്രപഞ്ചങ്ങൾ എന്ന തിയറി വരുന്നത്. ക്വാണ്ടം ഫിസിക്സിലെ മിനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ പ്രകാരം നമ്മുടെ പ്രപഞ്ചം മാത്രമല്ല, മറ്റ് പല പ്രപഞ്ചങ്ങളുമുണ്ട്. ഒരു പ്രപഞ്ചത്തിൽ നിങ്ങൾ ഡോക്ടറായിരിക്കാം, മറ്റൊന്നിൽ നിങ്ങളൊരു എഞ്ചിനീയർ. ഒരു പ്രപഞ്ചത്തിൽ സ്പെയിനിനും ഫ്രാൻസിനും ഇടയിലുള്ള ആ ചെറിയ രാജ്യം അണ്ടോറ ആണെങ്കിൽ മറ്റൊരു പ്രപഞ്ചത്തിൽ ആ രാജ്യത്തിന്റെ പേര് ടോറന്റ് എന്നായിരിക്കും. തിയറി ഇതാണ്: അയാൾ നമ്മുടെ ഭൂമിയിലുള്ളതല്ല, നമ്മുടെ ഭൂമിക്ക് സമാന്തരമായ ചെറിയ വ്യത്യാസങ്ങളുള്ള മറ്റൊരു ഭൂമിയിൽ നിന്നും വന്നതാണ്. വിമാനയാത്രയ്ക്കിടയിൽ ആകാശത്ത് വെച്ച് എന്തോ ഒരു ഡൈമെൻഷണൽ ഗ്ലിച്ച് സംഭവിച്ചു. ടർബുലൻസ് ഉണ്ടായപ്പോൾ പ്രപഞ്ചങ്ങളുടെ അതിരുകൾ തമ്മിൽ കൂട്ടിമുട്ടി. അയാൾ അറിയാതെ തന്നെ എർത്ത് 2 നിന്നും എർത്ത് 1 വഴുതി വീണു. അതുകൊണ്ടാണ് അയാൾക്കെല്ലാം പരിചിതമായി തോന്നിയത്. ടോക്കിയോ ഉണ്ട്, വിമാനമുണ്ട്, ഫ്രാൻസ് ഉണ്ട്, പക്ഷെ ടോറന്റ് മാത്രം അണ്ടോറ ആയി മാറി. പിറ്റേന്ന് രാവിലെ പ്രപഞ്ചം ആ തെറ്റ് തിരുത്തി. അയാളെയും അയാളുടെ സാധനങ്ങളും പാസ്പോർട്ട് ഉൾപ്പെടെ എല്ലാം പഴയ പ്രപഞ്ചത്തിലേക്ക് വലിച്ചെടുത്തു. അതുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ നിന്ന് അയാളും പൂട്ടിയ ലോക്കറിൽ നിന്ന് അയാളുടെ സാധനങ്ങളും അപ്രത്യക്ഷമായത്. ഇത് കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമകൾ പോലെ തോന്നാം. പക്ഷേ 1954 ഈ സംഭവം നടന്നപ്പോൾ പത്രങ്ങളിൽ വരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കഥകൾ. ഇനി നമുക്കിതിന്റെ യഥാർത്ഥത്തിലേക്ക് വരാം. ഇത് സത്യമാണോ, അത് വെറും ഒരു ഇന്റർനെറ്റ് കഥയാണോ? ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോഴാണ് 1959-60 കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ നടന്ന ഒരു യഥാർത്ഥ കേസിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നത്. യഥാർത്ഥത്തിൽ ടോറന്റ് എന്നൊരു സ്ഥലമില്ലായിരുന്നു. പക്ഷേ ജോൺ അലൻ സെഗ്രസ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. 1959 ഇദ്ദേഹം തന്റെ കൊറിയൻ ഭാര്യയുമായി ജപ്പാനിലെത്തി. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് വിചിത്രമായിരുന്നു. അത് അയാൾ തന്നെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയതായിരുന്നു. അതിൽ രാജ്യം ടുവാറട്ട് എന്നാണ് എഴുതിയത്. ടോറന്റ് അല്ല, ടുവാറട്ട്. അയാൾ പറഞ്ഞത് ഈ രാജ്യം ആഫ്രിക്കയിലെ മൗറിറ്റാനിയയുടെ തെക്കാണ് എന്നാണ്. ജപ്പാൻ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. അയാൾ ഒരു ഇന്റർനാഷണൽ തട്ടിപ്പുകാരനായിരുന്നു. പല രാജ്യങ്ങളിലും അയാൾ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തു. ജപ്പാൻ കോടതി ഇയാളെ വിചാരണ ചെയ്തു. വിചാരണയ്ക്കിടയിൽ വളരെ നാടകീയമായി ഇയാൾ പെരുമാറി. ചില്ല് കഷ്ണം കൊണ്ട് കൈമുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ FBI ഏജന്റാണ്, CIA ഏജന്റാണ് എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഈ ജോൺ അലൻ സിഗ്രസിന്റെ കഥയാണ് കാലങ്ങൾക്കിപ്പുറം വായ്മൊഴിയായും ഇന്റർനെറ്റിലൂടെയും സഞ്ചരിച്ച് ദ മാൻ ഫ്രം ടോറന്റ് എന്ന മിസ്റ്ററി കഥയായി മാറിയത്. ടുവാറട്ട് എന്നത് ടോറന്റായി മാറി, തട്ടിപ്പുകാരൻ എന്നത് ബിസിനസ്സുകാരനായി മാറി, ജയിലിൽ പോയത് അപ്രതീക്ഷിതനായി മാറി. ആ കഥ ലയിച്ച് ഈ ഒരു പരുവത്തിലേക്ക് എത്തി. ഇതാണ് സംഭവിക്കുന്നത്. ഒരു ചെറിയ സത്യം കാലം കഴിയുമ്പോഴേക്കും ഒരു വലിയ മിത്തായി മാറുന്നു. സത്യം ജോൺ അലൻ സെഗ്രസിന്റെ കഥയാണെങ്കിലും നമ്മൾ ടോറന്റ് എന്ന കഥ വിശ്വസിക്കാൻ എന്തിനാണ് ഇത്ര താല്പര്യപ്പെടുന്നത്? കാരണം ഇതാണ്: ലോകം ഇത്രമാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ നമുക്ക് മടിയാണ്. നമ്മളെപ്പോലെ തന്നെ മറ്റൊരു പ്രപഞ്ചത്തിൽ മറ്റൊരു ജീവിതം നയിക്കുന്ന നമ്മളുണ്ടെന്ന് വിശ്വസിക്കാൻ നമ്മൾക്ക് താല്പര്യമുണ്ട്. ഒരുപക്ഷെ ജോൺ അലൻ സെഗ്രസ് അല്ലാത്ത യഥാർത്ഥത്തിൽ സമാന്തര ലോകത്തിൽ നിന്നും വന്ന മനുഷ്യന്മാർ വേറെ ഉണ്ടാകുമോ? റുഡോൾഫ് ഫെൻസ് എന്ന 19-ാം നൂറ്റാണ്ടുകാരന്റെയും കഥ ഇതേപോലെ ഒന്നാണ്. ഏതാണ് സത്യം? ശാസ്ത്രമാണോ അതോ ഇത്തരം കഥകളാണോ? നമ്മൾ ജീവിക്കുന്നത് ഗ്ലിച്ച് നിറഞ്ഞ ഒരു മെട്രിക്സിനുള്ളിലാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും ദുരൂഹമായ മറ്റൊരു വിഷയവുമായി വരുന്നത് വരെയും ദിസ് ഈസ് ഐവിൻ ജോസ് സൈനിങ് ഓഫ്.